നമസ്കാരം. കുന്നംകുളത്ത് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്ത് പ്രതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ച് നടത്തിയ അടിയന്തര പ്രമേയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. അതേസമയം 2016 മുതൽ 108 പോലീസുകാരെ പിരിച്ചുവിട്ടെന്നും കൃത്യമായ നടപടികൾ ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പി.ജി. കുന്നംകുളം പോലീസ് അതിക്രമങ്ങളിൽ നടപടിയെടുത്തുവെന്നും പിണറായി പറഞ്ഞു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ആഞ്ഞടിച്ചത്. പിണറായി ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്നായിരുന്നു വി.ഡി. സതീശന്റെ ആവശ്യം. അതേസമയം കുന്നംകുളത്ത് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്ത് പ്രതിയാണെന്നും എരുമപ്പെട്ടി കുന്നംകുളം സ്റ്റേഷനിലാണ് കേസെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങൾക്ക് തെളിവുണ്ടെന്നും വകുപ്പ് തല അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ ബോധ്യമായെന്നും അദ്ദേഹം രേഖാമൂലവും മറുപടി നൽകി. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമല്ല എന്നും കൃത്യമായ നടപടിയെടുക്കാൻ പിണറായി വിജയന് സാധിച്ചില്ല എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് നിയമസഭയിൽ ചോദ്യങ്ങൾ ഉയർത്തിയത്. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളിൽ നിയമസഭയിൽ നടത്തിയ അടിയന്തര പ്രമേയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നേർക്കുനേരെത്തിയത്. തനിക്ക് മർദ്ദനമേറ്റത് സ്റ്റാലിന്റെ റഷ്യയിൽ വെച്ചല്ല എന്നും നെഹ്റു നേതൃത്വം നൽകിയ കോൺഗ്രസ് ഭരണകാലത്താണെന്നും പറഞ്ഞാണ് മുഖ്യമന്ത്രി മറുപടി പ്രസംഗം ആരംഭിച്ചത്. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ജനാധിപത്യ കേരളമാണെന്ന വി.ഡി. സതീശന്റെ പ്രസ്താവനയെ ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു പിണറായിയുടെ മറുപടി. കമ്മ്യൂണിസ്റ്റുകാരെ പോലീസുകാർ ക്രൂരമായി നേരിട്ടു. കോൺഗ്രസ് ഭരണത്തിൽ നടന്നത് വേട്ടയാടലായിരുന്നു. കുറുവടി പടയെപ്പോലും ഇറക്കി ലോക്കപ്പിനകത്തിട്ട് ഇടിച്ചു കൊല്ലുന്ന അവസ്ഥ വരെ ഉണ്ടായില്ലേ എന്നും പിണറായി വിജയൻ വി.ഡി. സതീശനോട് ചോദിച്ചു. ബ്രിട്ടീഷ് കാലത്തെ പോലീസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പോലീസ് അതിക്രമത്തിനെതിരായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. മാത്രമല്ല, ഇതിനൊക്കെ മറുപടിയായി പോലീസ് സേനയെ പ്രതിരോധിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. പോലീസ് വലിയ സേനയാണ്, തെറ്റ് ചെയ്യുന്നവരുണ്ടെന്നാൽ തെറ്റുകാരെ സംരക്ഷിക്കില്ല എന്നായിരുന്നു പിണറായി പറഞ്ഞത്. പോലീസ് വലിയ സേനയാണ്, ഏതാനും ചിലർ തെറ്റ് ചെയ്താൽ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. കോൺഗ്രസ് അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന് പോലീസിനെ ഉപയോഗിച്ചു. പോലീസിൽ മാറ്റം കൊണ്ടുവരാനാണ് LDF ശ്രമിച്ചത്. തെറ്റിനെതിരെ കർക്കശ നടപടി 2016 ശേഷമുള്ള നയം അതാണ്. അത് UDFന് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പോലീസ് ടണലിൽ ബോംബ് സംസ്കാരം കൊണ്ടുവന്നത് പ്രതിപക്ഷ കാലത്താണ്. UDF കാലത്ത് കുറ്റക്കാരായ പോലീസുകാർക്ക് സംരക്ഷണം നൽകിയെന്നും ജനമൈത്രി പോലീസിലൂടെ ഇടതുമുന്നണി കൊണ്ടുവന്നത് നല്ല മാറ്റമാണെന്നും ജനമൈത്രി സംവിധാനം നല്ലതുപോലെ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് 2006 ശേഷമാണെന്നും മഹാഭൂരിപക്ഷം പോലീസും മാറി. ചെറിയ വിഭാഗത്തിന് പ്രശ്നമുണ്ട്, പുതിയ സമീപനം ഉൾക്കൊള്ളാത്തവരുണ്ട്. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല, തെറ്റ് ചെയ്യുന്ന പോലീസുകാരെ സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇടപെട്ടു 2 തവണ. കുന്നംകുളം സംഭവത്തിലെ പോലീസുകാരെ പിരിച്ചുവിടുമോ എന്നതായിരുന്നു വി.ഡി. സതീശന്റെ ചോദ്യം. എന്നാൽ ഈ ചോദ്യത്തിന് നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കുന്നംകുളം കസ്റ്റഡിയിൽ നടപടിയെടുക്കുമോ എന്ന് മറുപടി പറയാമോ എന്ന് വി.ഡി. സതീശൻ ഇടയ്ക്ക് ആവർത്തിച്ചെങ്കിലും മുഖ്യമന്ത്രി അവരെ സംരക്ഷിക്കില്ല എന്നായിരുന്നു മറുപടി നൽകിയത്. 108 പോലീസുകാരെ പിരിച്ചുവിട്ടെന്നും ഇത്തരം നടപടി കോൺഗ്രസ് കാലത്തുണ്ടായോ എന്നും പിണറായി തിരിച്ചു ചോദിച്ചു. രാജ്യത്തെ മികച്ച പോലീസ് സേന കേരളത്തിലെയാണോ എന്നും പറഞ്ഞു. സേനയാകെ മോശമെന്ന് പറയാൻ കഴിയില്ല. രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സേന കേരളത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സേനയെ പ്രശംസിച്ചും അതേസമയം പ്രതിരോധിച്ചും കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം.